ആ വണ്ടിക്കൊരു കുഴപ്പമില്ല, അതറിഞ്ഞാ പോരെ. ഗ്യാപ്പ് തരാൻ പറഞ്ഞ ഞാനൊന്നുമില്ല. ഏതോ വേട്ടാവളെ പറക്കാതെ പിന്നെ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസിലോട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. മറ്റൊരു ETSന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വയനാടൻ ബസ് ആൻഡ് കൊമ്പനാണ്. വയനാടൻ വേഴ്സസ് കൊമ്പൻ. എന്ത് സംഭവിക്കും കണ്ടറിയാം കേട്ടറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. എനിക്കറിയാം. അപ്പൊ കുട്ടികളെ വണ്ടി കയറി വേഗം കയറി നമുക്ക് പോട്ടോ. നമ്മൾ പോകണം, നിങ്ങൾ ഇത് കയറണ്ട. അപ്പോൾ നമ്മൾ അവിടെ തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് കൂടെ ഉണ്ട്, അവിടെ ഇതാക്കട്ടോ. ഓക്കെ, അവിടെ തൊട്ടപ്പുറത്തുണ്ട്. നമ്മൾ കയറട്ടോ, നമുക്ക് ഇവിടെ നിന്ന് കയറാം. ഓക്കെ, കയറി. ഓക്കെ, പൊട്ടെ പിള്ളേരെ വട്ടോ. പൊട്ട പയ്യ കൊമ്പൻ ബസ്സുകാരൻ സൈക്കോ ആണെന്നുള്ള വണ്ടി പറപ്പിച്ചൊക്കെയാണ് സ്റ്റാൻഡിൽ എടുക്കുന്നത്. വണ്ടി പൊന്നിന്ന് മാറ്റോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കടോ. റോഡിൽ നടക്കാണ് വണ്ടി പാർക്ക് ചെയ്യണേ. പിന്നല്ലാതെ ഇപ്പഴത്തെ നോക്കിയാ നമ്മുടെ വണ്ടിയുടെ ഫാൻസ് നോക്കിയാ എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ടോ? എന്നെ കണ്ടിട്ടാ വന്നത്. കുഞ്ഞിനെ കുത്തുന്നു എന്തൊക്കെയാണ് പറയും. അതെയല്ലേ, എന്നെ കണ്ടിട്ടാണ് വന്നത് ബസ്, അല്ലാതെ നിന്നെ കണ്ടിട്ടല്ല. വയനാടൊരു ഫാൻസ് ഒന്നുമില്ല. പിന്നെ കൊമ്പന് കേട്ടോ വയനാടിലൊക്കെ വന്നിട്ടുള്ളൂ. സ്വന്തമാതിരി ഒന്നും പറയണ്ട. ഇവിടെ വയനാടിന് നല്ല ഫാൻസ് ആണ്. പക്ഷെ എന്നാലും വയനാട് കൊമ്പനാണ്, അത്ര ആലോചിച്ചാ മതി. കൊമ്പനാണ് എന്നാ കൊമ്പൻ, അതിന്റെ അവധിയില്ല. കൊമ്പനോട് അറിയില്ല, അത്രേ പറയുള്ളൂ. ഒരു റൈസ് കിട്ടണ ഇത് ഇനി റൈസ് തോപ്പിച്ചല്ലോ അപ്പൊ സംഭവിക്കുന്നു. എനിക്ക് മന്തി വഴി വേറെ വേണ്ട. റൈസിന്റെ കാര്യമല്ല, റൈസ് ചെയ്ത് തോപ്പിക്കാൻ ധൈര്യമുണ്ടോ? എങ്ങനെയെങ്കിലും നമ്മള് നീ കൊമ്പനോട് വണ്ടി ചാടിത്തുള്ളിയെ പോണ പുതിയ ടർബോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വണ്ടിയില്. ടർബോ ഉറക്കമുണ്ടോന്ന് ഇപ്പൊ തന്നെ ഇടിച്ച് കൊള്ളാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യോട്ടെ, നമ്മുടെ വയനാടിനാണോ കൊമ്പനാണോ ഫാൻസ്? വയനാടൻ പുതിയ വയനാണ്, കൊമ്പനായിരിക്കാം മനസ്സിലായി. ഡ്രൈവർ വയനാടിന്റെ ആണ് മിടുക്കൻ. അതെ കാണണം. എടോ എന്ത് അടിപൊളി ബ്രേക്കാ. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ട്. 2 ഡോറൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു കയ്യബദ്ധം. 2 ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡോറ് പൊളിഞ്ഞു പോയാൽ അടുത്ത ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മഴയുണ്ടല്ലോ, നല്ല വൈപ്പറൊക്കെ ഇട്ടിട്ട് പോലെ. നല്ല മഴയുണ്ട്. വയനാടൻ കൊമ്പൻ. ഇനി അങ്ങോട്ട് വാൽപ്പാറ റൂട്ടാണ്. വാൽപ്പാറയിലേക്ക് പോകുന്ന റൂട്ടാണ്, തമിഴ്നാട് റൂട്ടാണ്. അതിനെ പിടിക്കാൻ ശ്രമിച്ചില്ലല്ലോ. നീ എവിടം പറ്റും പോയ പോക്ക്. നീ ആക്ച്വലി എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ മൂട്ടിലിരിക്കും. അപ്പോഴത്തേക്കും നമ്മള് ഫ്യൂൽ അടിക്കണുണ്ട്. അവിടെ വലിയ ട്രിപ്പ് പോകണല്ലേ. ഫ്യൂൽ അടിച്ചു പമ്പ്. അയ്യോ ഇവിടെ ഇപ്പൊ എനിക്കടിക്കാൻ സ്ഥലമില്ല. ഇറങ്ങി ഇറങ്ങിയോട്. അത് നിനക്ക് ഓടിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മള് കിളിയോ? അതെ എന്റെ വണ്ടി ഫുൾ ടാങ്ക് ആണല്ലോ. ഞാൻ നേരത്തെ അടിച്ചിരുന്നു, മറന്നുപോയി. സോറി. അതെ മറവി ലേശം കൂടുന്നുണ്ട്. നിന്റെ വണ്ടിയിൽ നീ ഒരു കിളിയായിട്ടാണ് വരുന്നേ. ഏതോ ഒരു കിളി കയറുന്ന കാർ. അത് കിളി ഉണ്ട് വണ്ടിയിലോ, പക്ഷെ ആ കിളി നിന്റെ അടുത്ത് ചെവിയിലെത്തുണ്ടല്ലേ, അതെന്താ അറിയില്ല. കിളിയുടെ പവറാ. എന്ത് കേക്കത്തില്ല, ഉറക്കെ പറ. ദൂരെ പോകണ്ടൊന്നും കേക്കത്തില്ല. കിളിയുടെ പവറാണ്, കിളിയുടെ പവർ. കിളിയുടെ ഓക്കെ ശരി, വിട്ടോ ഞാൻ എത്തി. ഞാൻ സ്ലോ ചെയ്യണേ.
അല്ല സ്ലോ ആക്കണ്ട, നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും ഇല്ല കേട്ടോ. ബ്രേക്ക് ചെറുതായിട്ട് ഊരിക്കളഞ്ഞായിരുന്നു. അത് നല്ലതാ, വണ്ടിയുള്ള ആൾക്കാരൊക്കെ എന്റെ വണ്ടി കയറിക്കണം, കുഴപ്പമില്ല. വയനാടൻ versus കൊമ്പൻ. ഹോണൊക്കെ കേക്കാവോ? വെറൈറ്റി ഹോണൊക്കെ നമ്മൾ ചെയ്ത് ഇവിടെ ഇടിച്ചു. നീ ഒറ്റൊരുത്തനാ, ഇവനൊക്കെ എവിടെ കൊണ്ടുപോകണം? പോസ്റ്റ് ചതിച്ചാണ് എന്നെ എപ്പോഴും പോസ്റ്റുകൾ ചതിക്കുന്നത് നിനക്ക് അറിയണോ? പോസ്റ്റ് ചതിക്കരുത്. എന്റെ ഭാഗ്യത്തിൽ എന്റെ ആൾക്കാർക്കൊന്നും പറ്റിയില്ല. പയ്യ സ്കിൽഡ് ഡ്രൈവർ ആവോണ്ട് വിഷയമില്ലായിരുന്നു കേസ്. ഓക്കെ, ലെഫ്റ്റിലോടൊക്കെ പയ്യ ഇറക്കാം. ഇവനെ അവിടെ പോയി. ഞാനെങ്ങനെ ഇങ്ങോട്ട് ഇറക്കും? ഓക്കെ, ഞാൻ ഈ പോസ്റ്റൊക്കെ ഇടിച്ചു ചേർപ്പിച്ച് വരുന്നുണ്ട്. 2, 3, 4 സൈഡ് താടാ മുണ്ടില്ലാത്ത ശേഖര. അപ്പൊ ശരി, ഞാൻ പോണ്. അപ്പൊ ശരി കൊമ്പൻ. കൊമ്പൻ ഓർമ്മ നോക്കുന്നത് നടക്കൂല. അപ്പൊ ശരി, ഇന്ന് ഞാൻ പറക്കും തിളങ്ങണ പട്ടി. ഫോൺ എനിക്കുണ്ട്. എന്റെ ഫോണ് കേൾക്കുന്നില്ലല്ലോ. പ്രൈവറ്റ് ബസ്സിന്റെ വണ്ടിക്ക് അതൊക്കെ അത്രേ ഉള്ളു. എന്തുപറ്റി? എന്റെ പൊന്നെ, ആ ഇവിടെ കൊക്കുണ്ട് കേട്ടോ. ഇവിടെ നേരെ താഴത്തൊക്കെ പോയി കഴിഞ്ഞാൽ സൂക്ഷിക്കണം. വണ്ടി സ്ലോ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ സ്ലോ ചെയ്ത് എടാ സ്ലോ ചെയ്തപ്പോ എനിക്ക് ഇതാണ് ഈ ബസ് സ്ലോ ചെയ്താലോ കുഴപ്പം. അതൊക്കെ ഒന്നും പറഞ്ഞാ മനസ്സിലാവും. അത് കള്ളക്കളിയാണ്. എന്നാലും വെയിറ്റ് ചെയ്യണ്ട, ഈട്ടം ചെയ്യണ്ട. നീ എവിടെയെങ്കിലും പോയി ചാരും. നീ കണ്ടോ കൊമ്പനെ പിടിക്കുന്ന കേസ്? ഇത് നമ്മുടെ പ്രസ് ചോദിച്ചാണ് കൊമ്പൻ. ലോറി ഇവിടെ കൊറേ പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവനെന്താ അത് ഞാനൊരു പോസ്റ്റിന് ചെറുതായിട്ട് ഉമ്മ വെച്ചാ സാരമില്ല. ഈ പോസ്റ്റിന് ഉമ്മ വെക്കണ്ടല്ലോ, ഏറി ഇരിക്കണ പോസ്റ്റ്. പാറക്കലിന്റെ പോസ്റ്റ്, അത് പാറക്കലിന്റെ പോസ്റ്റ് അറിയോ? ഈ പോസ്റ്റിന് ഇടിച്ചാ ശരിയാവത്തില്ല. അവൻ പോയാ? ഞാൻ അവിടെ ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ വിടുന്നില്ല, ശരിയാവത്തില്ല. അപ്പൊ പോലീസുകാരും വൈഡും തരത്തില്ലല്ലോ. ഞാൻ നിനക്ക് വേണ്ടി സ്ലോ ആക്കി വിടാണ്ട്. അത്രയും വേണ്ടി സ്ലോ ആക്കണ്ടോ? നിനക്ക് വേണ്ടിയാണ് ഇത്ര സ്ലോ. എനിക്ക് വേണ്ട. അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ സ്ലോ ചെയ്തോ? ഞാൻ സ്ലോ ആക്കിയല്ലോ. വയനാടൻ കാടിനുള്ളിൽ കയറ്റി വന്നിട്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും. പോസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ തേയുള്ളൂ. പോസ്റ്റ് ആ വണ്ടി തകർത്ത്. നീ എന്താണ് വിചാരിക്കുന്നത്? ഇവനെ നമുക്ക് പിടിക്കും, നിന്നെ ഞാൻ പിടിക്കും. വണ്ടി ഇങ്ങനെയൊക്കെ എടുക്കും, ഇങ്ങനെ എടുത്ത് ഇങ്ങനെയോടെയൊക്കെ എടുക്കും. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറക്കാണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറക്കാവിടെ. എടാ അത് ആൾക്കാർ ഇറക്കാ. ഞാൻ ചെറുതായിട്ടൊരു അഭ്യാസം കാണിക്കാൻ നോക്കിയാണ്. ഇവനെ കാണുന്നില്ലല്ലോ. ഇതൊക്കെ പിടിക്കും, നമ്മൾ പിടിച്ചിരിക്കും. ആ ലോറിന്റെ മുന്നിലാണ് ഞാൻ. ആ ലോറി നീ കൊറേ നേരെ ഒന്ന് പിടിച്ചോ. അങ്ങനല്ല, ആ വൃത്തിയോട് പറയും. എന്ത് പിടിക്കാനുള്ള വൃത്തിയോടായിരുന്നു. അത് ശരി. ഓക്കെ നല്ല അടിപൊളി റൂട്ട്. വാൽപ്പാറയാണ്. വാൽപ്പാറ നല്ല അടിപൊളി ഭംഗി. ആ വണ്ടിക്കൊരു കുഴപ്പമില്ല, അതറിഞ്ഞാ പോരെ. ഗ്യാപ്പ് വരാൻ പറഞ്ഞ പോൻ. അന്ന് എന്നും ഒരേ കൊമ്പൻ. അതന്നെ മാറിപ്പോരുത്. എടാ വയനാടൻ കാടുകൾ ആനയാണ് മയക്കുന്ന വണ്ടിയാണ്. ആന പോയിട്ട് മറന്നതല്ലോ, ചെറിയല്ലോ ആന. ഞാൻ സ്ലോയിലാ പോണറിയോ? ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല അറിയോ? ആക്സിലേറ്റർ നെക്കുന്നില്ലേ? അപ്പൊ നിന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ സ്പീഡ് വേണ്ട, എത്ര ഉള്ള സ്പീഡ് ഓവർടേക്ക് കഴിവില്ല. ഓവർടേക്കല്ലോ, ട്രാഫിക് അല്ലേ?
എടാ നീ നിക്കാലും ഇല്ലേലും നമ്മളെ സൈഡ് വരുന്നത് അവൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോ എടാ ഇവനൊക്കെ എവിടെ നോക്കിയാ ആ വണ്ടിക്കാരൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന് കുറെ നേരമായിട്ട് അഹങ്കാരം അപ്പൊ നെഞ്ചത്ത് വെച്ചു. അവനെ പിടിക്കാന്ന് വെച്ചാ അവൻ തന്നെ ആക്സിഡന്റ് ഉണ്ടാക്കി എന്റെ മുട്ടിലേക്ക് നമ്മളെ പറ്റി നമ്മളെ കുറച്ച് ഉടായപ്പെടുത്തന്നേ ഉള്ളൂ. ഞാൻ ഈ സൈഡിൽ കൂടി എടുക്കാൻ നോക്കി നടന്നില്ല. അവനങ്ങനെ മറിച്ചിട്ട് ആ പാവത്ത് അവന്റെ ഉപമാക്കായിരുന്നു പോയി. ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇത് ആൾക്കാർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ ആക്സിഡന്റ് ഇല്ലാതെ വണ്ടി ഓടിക്കണം. അതാണ് ചാലഞ്ച്. അത് ഞാനാണ്